ഗൈസ് വെൽക്കം ബാക്ക് ടു ഓർട്ടിക്കർ. അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മൾ പുതിയൊരു കാർ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ പുതിയ കാർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫ്രഷ് കാറല്ല എടുക്കാൻ പോകുന്നത്, ഒരു അബാൻഡൻ ആയിട്ടുള്ളൊരു കാറാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കാർ വാഷ് വർക്ക്ഷോപ്പും കൂടിയുള്ളൊരു സ്ഥലത്തു നിന്നാണ് നമുക്ക് കോൾ വന്നത്. ഇങ്ങനൊരു വണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നിരുന്നു രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വണ്ടി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ ഒരു വിൻറ്റേജ് ടൈമിൽ ഈ ഒരു വണ്ടി റേസ് ചെയ്യുന്ന ഒരു വണ്ടിയായിരുന്നു. പിന്നെ അതങ്ങനെ അബാൻഡൻ ആയതാണ്. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ വണ്ടി ഉള്ളത്. ഇവിടെ നിന്ന് തന്നെ മേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് തന്നെ പണിയാൻ കൊടുക്കുകയാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ വണ്ടി വേറെ ലെവലായിരിക്കും. നമുക്ക് ഇവിടെ ഒന്ന് തപ്പി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടി ഈ ഒരു സൈഡിലായിട്ടുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. ഇവിടെ ഗ്യാരേജിൻ്റെ ബാക്കിലുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്, നമ്മളോട് കോൾ ചെയ്തപ്പോൾ പറഞ്ഞത് ബാക്കിലുണ്ടെന്നാണ്. അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഒന്നും ഇല്ല. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. സൈഡാണ് ഗൈസ്, ഇവിടെ നമുക്ക് ബാക്കിൽ തന്നെ പോയി നോക്കേണ്ടി വരും. അപ്പുറത്ത് കൂടെ പോകാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ കണ്ടിരുന്നു, അതിൽ കൂടെ പോയി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓണർ നമുക്ക് ഈ ഒരു ടൈപ്പ് കാർസിനോട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മളോടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ M5 ഇവിടെ പാർക്ക് ചെയ്തില്ല. നമ്മുടെ M5 നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങിപ്പോയി എടുക്കാനാണ് നമ്മുടെ പ്ലാന്. ഓക്കെ ഗൈസ്, ഇവിടെ ഉണ്ട് നമ്മുടെ വണ്ടി. എൻ്റെ മോനെ, വണ്ടി ആകെ ചെളി പിടിച്ച് കിടക്കണ ഗൈസ്. ഇത് നമ്മുടെ ഹഡ്സൺ ഹോണറ്റിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആകെ ചളി പിടിച്ച് ഫ്രണ്ടൊക്കെ ആകെ പോയിട്ടുണ്ട് ഗൈസ്. ഫുള്ള് ഡ്രം വീലാണിപ്പോൾ വണ്ടിക്കകത്തുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ അകത്ത് കയറ്റാനല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ആദ്യം. ഓക്കെ, സമയം നമ്മുടെ വണ്ടിക്ക് പവർ എന്ന് പറയുന്ന സാധനം വണ്ടിയുടെ അടുത്ത് കൂടെ പോവില്ല. കാരണം അത്രയും പഴയ മോഡലാണ്, അബാൻഡഡ് ആയിട്ടുള്ള വണ്ടിയാണ്. കുറേ എൻജിൻ പണിയൊക്കെ എടുക്കാനുള്ളതാണ് ഈ ഒരു വണ്ടിക്ക്. ആക്സിലറേഷൻ പറ്റ കുറവാണ്. പക്ഷെ പണ്ടൊക്കെ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ റേസിങ്ങിന് വരെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ എൻജിനൊക്കെ ആകെ ഡാമേജായി പോയെന്നാണ് നമ്മുടെ വർക്ക്ഷോപ്പ് മുതലാളി നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും ഇപ്പോൾ വണ്ടി ഇനി ഇങ്ങനെ ഓടിക്കുന്ന വണ്ടിക്ക് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടി ഇവിടെ പിക്ക് സ്റ്റോപ്പിൽ കയറ്റി വെക്കാം. കയറ്റി ഏതായാലും ഡൗൺ ചെയ്തിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളിനി വണ്ടി ലിഫ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് താഴത്തോട്ട് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വന്നിട്ടുണ്ട് ഗൈസ്. വണ്ടി ഓഫായോ? ഓക്കെ ഗൈസ്, വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ലിഫ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ കയറ്റി വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ചാടേണ്ടി വരും. ഓക്കെ, നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. അജാതി കണ്ടീഷനാണ് ഗൈസ്. ആകെ ഇടിച്ച് പൊളിഞ്ഞ വണ്ടിയാണ്. നമ്മുടെ ഹഡ്സൺ ഹോണറ്റിൻ്റെ വണ്ടി തന്നെയാണ്. ആക്സിഡൻ്റായി പോയതാണെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളേതായാലും ഈ ഒരു വണ്ടി മേടിച്ചിട്ട് നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനാണ് അടുത്തതായിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റിവീൽ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ റിവീൽ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.